എനിക്കിത് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ശരിക്കും ഇപ്പൊ ഇവിടെ സിബിസാറും സിയാദിക്കും പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നല്ല നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തുവന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാൾ ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ സമരന്തലികന്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത്. ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കെയിലുള്ള ഒരു സിനിമയാണെന്നോ, എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം, ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചി വളരെ യങ് ആയിരുന്നു. ഞാൻ 17 വയസ്സ്, 18 വയസ്സ്. അപ്പോ അന്ന് സിബിസാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാം തമ്പുരാനും കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തും ഒക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാമേട്ടനും സുരേഷേട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറെ ദിവസങ്ങളായിരുന്നു. ഇപ്പൊ ഈ സിനിമ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ. അപ്പൊ അതിലിവിടെ നിവിയുണ്ട്, അൻസു ഉണ്ട്, കൃഷ്ണയുണ്ട്, ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു, മഞ്ജുള, സംഗീത, ശ്രീജ, അങ്ങനെ ഞങ്ങള് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കൽപ്പിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും. പിന്നെ സിയാദ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു അതിന്റെ ഷൂട്ട് നടന്നത്. അപ്പൊ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബംഗ്ലാവും, ലിംഗത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും, അവിടെയുള്ള കുറേ തമാശകളും. ജനാർദ്ദനൻ ചേട്ടൻ സുകുമാരി അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സുകുമാരി അമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിൽ ഉണ്ടാക്കി തരുന്നത് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരി അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. മണിച്ചേട്ടന്റെ തമാശകൾ, ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു. അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം, അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും ഇപ്പൊ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ലേയേർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആവശ്യമുണ്ടായിരുന്ന ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അത് പൂർണ്ണമായിട്ടും സിൻസാറിന്റെയും രഞ്ജിയേട്ടന്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരുന്നു. അതുകൊണ്ട് സ്പോയിലേഴ്സ് ഒന്നും എന്തായാലും ഇല്ല. ശരിക്കും ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ, എന്ത് മാനസികാവസ്ഥയിൽ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട്. കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റീ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ജേർണി ഒരുപക്ഷെ ആമിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ഒരു റീ റിലീസിന്റെ ഒരു ട്രെൻഡ് ശരിക്കും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട്. ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനുള്ളൊരു സിനിമ റീ റിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിയാദിക്കയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞാൻ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ട് ആ സിനിമ ഇനി റീ റിലീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് 4K ഡോൾബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെ നല്ല ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ. അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം, അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം. ഇപ്പോഴും ആ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ
ചേച്ചി. താങ്ക് യു സോ മച്ച് ചേച്ചി. ആക്ച്വലി നിങ്ങൾക്ക് 3 പേർക്കും യു കെൻ ടേക്ക് എ ലുക്ക് ബാക്ക്. പുറകിലെ ഈ സ്ക്രീനിൽ ഒരു മെമ്മറി വാൾ ഉണ്ട്.